ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFും ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസും അത്യുജ്വല വിജയമാണ് സ്വന്തമാക്കിയത്. ആ അഭൂതപൂർവമായ വിജയത്തിന്റെ ആവേശത്തിലും ഊർജത്തിലുമാണ് ഇന്ന് പാർട്ടിയും മുന്നണിയും അണികളും എല്ലാം ഉള്ളത്. എന്തായാലും ആ ഊർജം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ധനമാക്കി മാറ്റി മുന്നോട്ട് പോകാനുള്ള എല്ലാ പരിപാടികൾക്കും കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഇതിനോടകം തന്നെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 505 പഞ്ചായത്തുകളിലാണ് UDF ഭരണം സ്വന്തമാക്കിയത്. 79 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 4 കോർപ്പറേഷനുകളിലും 7 ജില്ലാ പഞ്ചായത്തുകളിലും 54 മുനിസിപ്പാലിറ്റികളിലും UDF മുന്നണിക്ക് വിജയിക്കാനായി. പിന്നീട് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഈ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. കാരണം ഏതാണ്ട് 60-ലധികം പഞ്ചായത്തുകളിൽ ടൈ എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. അതായത് ഒന്നിലധികം പാർട്ടികൾക്ക് അല്ലെങ്കിൽ മുന്നണികൾക്ക് തുല്യ അംഗങ്ങൾ ലഭിച്ചതുകൊണ്ട് തന്നെ അത് നറുക്കെടുപ്പിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ നറുക്കെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 540-ലധികം പഞ്ചായത്തുകളിലേക്ക് UDFന്റെ ഒരു മേധാവിത്വം വർദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ 5 തലങ്ങളിലുമായിട്ട് ഏതാണ്ട് 7817 ജനപ്രതിനിധികളാണ് കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന എല്ലാ ജനപ്രതിനിധികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് KPCCയുടെ നേതൃത്വത്തിൽ നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുകയാണ്. ഈ ജയിച്ചവരെ മാത്രമല്ല, ഈ 7817 ജനപ്രതിനിധികൾക്കൊപ്പം തോറ്റ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രമുഖ നേതാക്കള്, ഈ മഹാവിജയത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത സാധാരണ പ്രവർത്തകര് എല്ലാവരെയും നാളത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് പുതിയൊരു ഊർജം പകരുന്ന ഒരു പരിപാടിയാണ് നാളെ മറൈൻ ഡ്രൈവിൽ നടക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിന്റെ സമുന്നത നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ പരിപാടി രാഹുൽ ഗാന്ധി മറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടി വലിയ വിജയമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ നാളത്തെ ഈ ചടങ്ങിൽ, ഈ പരിപാടിയിൽ പങ്കെടുക്കും. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു മുന്നൊരുക്കമായിട്ട് ഈ ഒരു മഹാസംഗമത്തെ മാറ്റിയെടുക്കാനാണ് KPCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിനായുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ 7817 ജനപ്രതിനിധികളുണ്ട് കോൺഗ്രസിന് മാത്രമായിട്ട്. ഒപ്പം തന്നെ ഈ തോറ്റവരും മത്സരിച്ച് തോറ്റവരും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ഏതാണ്ട് 15,000-ലധികം ആളുകൾ നാളത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന്റെ തേര് തെളിച്ചവരുടെ മഹാസംഗമം എന്നാണ് ഈ പരിപാടിയെ വിശേഷിപ്പിക്കുന്നത്. വിജയോത്സവം 2026 മഹാപഞ്ചായത്ത് എന്നാണ് ഈ പരിപാടിക്ക് പേര് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ വിജയോത്സവത്തിന്റെ ഒരു മഹാപഞ്ചായത്ത്, ഒരു മഹാസംഗമമായിട്ട് നാളത്തെ ആ പരിപാടി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം അത് അണയാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം, ഒരു ചുമതല UDF നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട്. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് ആ ഉത്തരവാദിത്വം വളരെ വലുതാണ്. 3 മാസങ്ങൾക്ക് അകലെ വളരെ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വല വിജയം നേടി ഭരണത്തിലേക്ക് കയറുക എന്നതാണ് കോൺഗ്രസും UDFും ലക്ഷ്യം വെക്കുന്നത്. മിഷൻ 100 എന്നതാണ് ബത്തേരിയിൽ സമാപിച്ച കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഉയർന്നു വന്ന ഒരു പ്രഖ്യാപനം. അതായത് 100 സീറ്റുകളോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുക എന്നതാണ്. അതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയായിട്ടാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ പാർട്ടിയും മുന്നണിയും എല്ലാം തന്നെ വിലയിരുത്തുന്നത്. എന്തായാലും നാളെ രാഹുൽ ഗാന്ധി കൂടി വരുന്നതോടുകൂടി കൂടുതൽ ആവേശത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഏതൊരു നേതാവും കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്താലൊക്കെ തന്നെ വലിയ ജനപങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമാകാറുണ്ട്. അത് കൂടുതൽ വലിയൊരു ആവേശം
സംസ്ഥാനത്തെ പാർട്ടിക്ക് ഒപ്പം തന്നെ മുന്നണിക്കും നൽകുന്നത് നമുക്ക് മുൻകാല ചരിത്രങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ നാളത്തെ ആ വരവും ആ പരിപാടിയിലെ പങ്കാളിത്തവും എല്ലാം കൂടുതൽ ഒരു ആവേശോജ്വലമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി നാളെ എത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളും കൂടുതൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി കേരളത്തിലെത്തി പ്രമുഖ നേതാക്കളുടെ ഒക്കെ തന്നെ സംസാരിച്ച് മടങ്ങിയത്. വരും ദിനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ചർച്ചകളിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. മുന്നണിയിലെ സീറ്റ് വിഭജനം 1-2 ആഴ്ചകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് മുന്നണി UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഈ മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ തുടങ്ങുന്നതിന് മുൻപായിട്ട് ആദ്യഘട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് പാർട്ടിയും ഒക്കെ തന്നെ ഹൈക്കമാൻഡും എല്ലാം തയ്യാറെടുത്തിരിക്കുന്നത്. സുനിൽ കനുകൂലുവിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കങ്ങളും സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയും വിജയം ഒക്കെ തന്നെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങളും എല്ലാം ഇതിനോടകം തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സന്ദർശനം അത് പാർട്ടിക്ക് പുത്തനൊരു ഉണർവ് നൽകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്ന തിളക്കമാർന്ന വിജയം അത് ആ ഒരു ആവേശവും ഊർജവും എല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അത്യുജ്വല വിജയമായിട്ട് പരിവർത്തനം ചെയ്യാൻ കഠിന പരിശ്രമം വേണം എന്നാണ് ഹൈക്കമാൻഡ് നേതാക്കൾക്കും അണികൾക്കുമെല്ലാം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി നൽകുമെന്ന ഒരു തിരിച്ചറിവ് ഹൈക്കമാൻഡിനുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും ഉയരുന്ന ഒരു വിമർശനം കേരളത്തിലെ സംഘടനാ സംവിധാനം അത്ര മെച്ചമല്ല. മറുവശത്ത് CPM-നെ പോലെ BJP പോലെയുള്ള കേഡർ പാർട്ടികളാണ് നേരിടാനുള്ളത്. അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അല്ലെങ്കിൽ സംഘടനാ ദൗർബല്യം അത് തിരിച്ചടിയാകുമെന്ന് പലപ്പോഴും വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ മികച്ച രീതിയിൽ ആ സംഘടനാ പ്രവർത്തനത്തെ പരിവർത്തനം ചെയ്യാനായിട്ട് UDF കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു ഊർജം പാർട്ടിക്കും മുന്നണിക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതിലും യാതൊരു തർക്കവുമില്ല. എന്തായാലും രാഹുൽ ഗാന്ധി നാളെ വന്ന് മടങ്ങിക്കഴിയുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായിട്ട് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ഗാന്ധി മടങ്ങിക്കഴിയുമ്പോൾ അത് വലിയൊരു രാഹുൽ ഗാന്ധിയുടെ ഒരു പരിപാടി ആ പരിപാടി നടന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ജയിച്ചവരെയും തോറ്റവരെയും എല്ലാം ഒന്നിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു പരിപാടി. സാധാരണഗതിയിൽ ജയിച്ചവരെ മാത്രമാണ് എവിടെയും ആദരിക്കുക. എന്നാൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയൊരു പോരാട്ടമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. 10 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു. ആ യുദ്ധത്തിൽ ജയിച്ചു കയറിയവരുണ്ട്. ഒപ്പം തന്നെ ആ പാതി വഴിയിൽ ചില പ്രത്യേക കാരണങ്ങളാൽ തോറ്റ് പിന്മാറേണ്ടി വന്നവരും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരും ഈ പാർട്ടിയുടെ ഈ വിജയത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ചവരാണ്. അപ്പോൾ ജയിച്ചവരെ മാത്രമല്ല തോറ്റവരെയും ഉൾക്കൊള്ളുക. രാഹുൽ ഗാന്ധിയുടെ ഒരു സന്ദേശം അതാണല്ലോ, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു ഇൻക്ലൂസീവ്നെസ്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം. അതാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് ഒരു തുടക്കം കൂടിയാണ് ഈ പരിപാടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മൊത്തത്തിൽ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെല്ലാം ആത്മവിശ്വാസം നൽകും. കാരണം തോറ്റവരെയും അവഗണിക്കുന്നില്ല, മറിച്ച് അവരെയും ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം, അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ തെക്ക് മുതൽ വടക്കു വരെയുള്ള 14 ജില്ലകളിലെയും പ്രവർത്തകർ ഒന്നിച്ചു ചേരുന്ന ഒരു മെഗാ പഞ്ചായത്ത്, ഒരു മെഗാ സംഗമം, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയ ഒരു തുടക്കമാണ്. ആ പരിപാടിയിൽ നിന്നും ലഭിക്കുന്ന ഒരു ഊർജം, ആ ഊർജം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനേക്കുള്ള ഒരു ചവിട്ടുപടിയാക്കി മാറ്റുക എന്നതാണ് KPCC നേതൃത്വത്തിന്റെ ഒരു തീരുമാനം.